സ്വർഗത്തിലില്ല, കറുത്തവരാരും സ്വർഗത്തിലില്ല, എല്ലാവരും വെളുത്തവരാണ്. എല്ലാവരും ആസ്വദിക്കുന്ന കൂടി വരുന്ന ഭംഗിയാണ് അള്ളാഹു സ്വർഗത്തിൽ കൊടുക്കുക. ആസ്വദിക്കുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുന്ന ഭംഗി. ദുന്യാവിൽ എല്ലാവർക്കും ഉള്ളത് ആസ്വദിക്കുന്നതിനനുസരിച്ച് കുറയണ ഭംഗിയാണ്. 18 വയസ്സിലൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുന്നു. 19 അത്ര തന്നെ ചൊറുക്കുണ്ടാവില്ല, 20 അത്ര തന്നെ ചൊറുക്കുണ്ടാവില്ല, 40 ഉണ്ടാവില്ല, 55 തീരെ ഉണ്ടാവില്ല, 60 പിന്നെ പറയണ്ട. അതെല്ലാം ഇപ്പൊ ഒരുമിച്ച് കിടക്കാത്തേ. 60 പറയണ്ട. കുറഞ്ഞു 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 വരും. സ്വർഗത്തിലെ ഭംഗി കൂടി 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 വരും. അങ്ങനെയാണ് സ്വർഗത്തിൽ. ഇവിടെ ദുന്യാവിൽ എല്ലാവർക്കും ഉള്ളത് കുറഞ്ഞു വരുന്ന ഭംഗിയാണ്. കുറഞ്ഞു വരുന്ന ഭംഗിക്ക് ഹസനത്ത് എന്നാണ് പറയാ. കൂടി വരുന്ന ഭംഗിക്ക് ജമാലിയത്ത് എന്നാണ് പറയാ. സ്വർഗത്തിൽ എല്ലാവർക്കും ജമാലിയത്താണ്. കൂടി 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 ഒന്നും. ഇന്നലെ കണ്ട ആൾ ഇന്നുകൂടി കാണുമ്പോൾ ഭംഗി കൂടിയിട്ടുണ്ടാവും. പിന്നെ വെള്ളിയാഴ്ച ഒരു ചന്ത ഉണ്ട്. ആ ചന്തക്ക് പോകും ആണുങ്ങളെല്ലാവരും. പോയിട്ട് ഒന്നും വിൽക്കാനൊന്നും വാങ്ങാനൊന്നും ഉണ്ടാവില്ല. ആയിക്കൂടെ ഇങ്ങനെ നടക്കും. ഒരാളെ കണ്ടു. നമ്മൾ കോളേജിൽ പഠിച്ചിരുന്ന കണ്ടിരുന്ന സത്താറല്ലപ്പാ പോണത്. ഓൻ ഇന്നേക്കാൾ ചൊറുക്കുണ്ടല്ലോ എന്ന് തോന്നിയാൽ മതി. അപ്പോൾ അതിന് തോന്നിയവൻ അള്ളാഹുത്തല ചൊറുക്ക് കൂട്ടി കൊടുക്കും. അങ്ങനെ കൂടിക്കൂടി വരുന്ന ഭംഗിയാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ എല്ലാവർക്കും ഉള്ളത്. ഭാര്യക്കും അതന്നെയുള്ളത്, ഭർത്താവിനും അതന്നെയുള്ളത്. ഓരോ ദിവസത്തെയും അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. എന്നും ആദ്യ രാത്രിയാണ്. എന്നും മണിയറയത്തെ കട്ടിലും വേണം. ദുന്യാവിലെ ഏത് മണിയറയിലാണെങ്കിലും നേരം വെളുക്കുമ്പോൾ അതിന് മുല്ലപ്പൂ വാടും. എന്നാൽ സ്വർഗത്തിലെ മുല്ലപ്പൂ വാടൂല. ഓരോ നിമിഷവും റീ അറേഞ്ച് ചെയ്യുന്നതാണ് അവിടുത്തെ മണിയറ. എന്നും ആദ്യ രാത്രിയാണ്, എന്നും മണിയറയിലാണ്. ദുന്യാവിൽ എന്താ ഭംഗി കുറയണതിൻ്റെ കാരണം? ദുന്യാവിൽ ഭംഗി കുറയണതിനൊരു കാരണമുണ്ട്. കണ്ണ് അതന്നെയാണ്, മൂക്ക് അതന്നെയാണ്, ചെവി അതന്നെയാണ്, ചൊറുക്ക് മാത്രം പോയി. എന്തേ പോയത്? ഭംഗി കുറയണതിന് ശരീരത്തിൽ നിന്ന് കുറേ സാധനങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. അതാണ് ഭംഗി കുറയണതിൻ്റെ കാരണം. വായയിലെ ഉമിനീര്, ശരീരത്തിൻ്റെ വിയർപ്പ്, മലം, മൂത്രം, ഇതൊക്കെ ശരീരത്തിൽ നിന്ന് പോകുന്നത് ഭംഗി കുറയുന്നതിൻ്റെ കാരണമാണ്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഒരാൾക്ക് 4 പ്രാവശ്യം വയറ്റുന്ന പോയി നിൽക്കുക. എന്നാൽ പിന്നെ ഓനെ താങ്ങി പിടിച്ചേണ്ടി വരും. 4 പ്രാവശ്യം വയറ്റുന്ന. അപ്പോൾ ഇങ്ങനെ നിൽക്കനെങ്ങനെ ഇങ്ങനെ കുന്തം പോലെ ഇങ്ങനെ നിർന്നിരുന്ന ആ സാധനം ഈ വയറ്റുന്ന് പോയ സാധനമാണെന്ന് മനസ്സിലാവണമെങ്കിൽ. ഒരാൾക്ക് 4 പ്രാവശ്യം ഛർദ്ദിച്ചു. എന്നാൽ പിന്നെ ഓന് നിൽക്കാൻ കഴിയില്ല, ആള് വിൽക്കും. പിന്നെ ഓനെ താങ്ങി പിടിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെ നീച്ച് നീന്നത് ആ ഛർദ്ദിച്ച സാധനമാണെന്ന് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാവണില്ല. പൊട്ടാനീ മുന്തുള്ളി പിഞ്ചോര കട്ട, പിന്നിന്ന് കാട്ടം ചുമന്നൊരു കൊട്ട. ഷുജായി മൊയ്തു മൗലവി. ഇപ്പൊ മനസ്സിലായോ? നമ്മളിങ്ങനെ വലിയ ആൾക്കാരായി ഷുജായിയായി നടക്കുന്നതിന് കാരണം ഈ കൊട്ട ഇവിടെ ഉണ്ട്. കാട്ടത്തിന്റെ കൊട്ട. അതാണ് സംഗതി. മൂത്രം. ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു ത്വരീഖത്തുൽ മുഹമ്മദിയ എന്നൊരു കിതാബുണ്ട്. അതിൽ പറയുന്നുണ്ട്, മൂത്രദ്വാരത്തിലൂടെ 1 പ്രാവശ്യമേ വന്നിട്ടുള്ളൂ. നീ മൂത്രദ്വാരത്തിലൂടെ 2 പ്രാവശ്യം വന്നവനാണ്. മൂത്രദ്വാരത്തിലൂടെ 1 വട്ടം വരുന്നുള്ളൂ. നീ മൂത്രദ്വാരത്തിലൂടെ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ നിസ്സാരതയെ നീ മനസ്സിലാക്കണം. നിന്റെ അടിസ്ഥാനം നുതുഫത്ത് എന്ന് പറയുന്ന സാധനം മൂക്കട്ട പോലെയുള്ള കണ്ടാൽ വെറുക്കുന്ന ഒരു സാധനമാണ്. ആ സാധനാക്കി അള്ളാഹു തആല മാറ്റിയിട്ടുള്ളത്. മനുഷ്യന്റെ ഒരു കാര്യങ്ങളാണ്. അപ്പൊ ഭംഗി കുറയുന്നതിന്റെ കാരണം ഈ ശരീരത്തിൽ നിന്ന് പുറത്തു പോണ സാധനങ്ങളാണ്. ഭംഗി കുറയാത്ത ഒരാളുണ്ടായിരുന്നു, സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹ. കാരണം മെൻസസ് രക്തം ഉണ്ടായിരുന്നില്ല എന്നതാണ്. മെൻസസ് രക്തം ഇല്ലാത്തവർക്ക് ഗർഭമുണ്ടാവൂല എന്നത് കുല്ലിയായ കായിക അല്ല. കുല്ലിയായ കായിക ഒന്നല്ല, ഭൂരിഭാഗം അങ്ങനെ ഇക്കാലം എന്നേ ഉള്ളൂ. സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹ അങ്ങനെയായിരുന്നു. സ്വർഗത്തില് സ്വർഗാവകാശികൾക്ക് മൂത്രമില്ല.
മടിയിൽ തലവെച്ച് കിടക്കാൻ നിങ്ങളെ കിട്ടുമോ എന്നാലോചിച്ചപ്പോ എനിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്കെൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു രംഗമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് എൻ്റെ മടിയിൽ ഒരിക്കൽ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാണ്. ജിബ്രീൽ അസ്രായീൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. നബി തങ്ങളുടെ റൂഹ് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് പിടിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. തൊട്ടടുത്ത് കിടന്നിരുന്ന വെള്ളപാത്രത്തിൽ കൈയിട്ടുകൊണ്ട് നബി തങ്ങൾ മുഖമിങ്ങനെ തടവി. പരിസരത്ത് ഒരു മിസ്വാക്കുണ്ടായിരുന്നു, ഒരാറാക്കിൻ്റെ കഷ്ണം. ഞാൻ ആ ആറാക്കിൻ്റെ കഷ്ണമെടുത്തു നോക്കുമ്പോൾ അത് ഉണങ്ങിയതാണ്. അതിൻ്റെ തലഭാഗം ചപ്പിയിട്ടില്ല. ഞാനത് എൻ്റെ വായിൽ വെച്ച് കടിച്ചിങ്ങനെ ചപ്പിച്ചു. എന്നിട്ട് നബിതങ്ങൾക്ക് ഇങ്ങനെ മിസ്വാക്ക് ചെയ്തു കൊടുത്തു. അള്ളാഹുവിൻ്റെ റസൂല് വഫാത്താകുന്ന സമയത്ത് അവിടുത്തെ ശറഫാക്കപ്പെട്ട വായയിൽ എൻ്റെ ഉമിനീരുണ്ടായിരുന്നു എന്നതാണ് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന രംഗമെന്ന് സയ്യിദത്തുന ആയിഷ 63-ാമത്തെ വയസ്സിലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു കോഴിക്കാലെടുത്തിട്ട് അതിങ്ങനെ കടിച്ച് താഴെ വെച്ചാൽ നബി തങ്ങൾ അതെടുത്ത് ആയിഷ ബീവിന്റെ ചുണ്ട് തട്ടി അവിടെ തന്നെ കടിച്ചു തിന്നുമായിരുന്നു. സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ രാവിലെയായാൽ സുബ്ഹി നിസ്കാരത്തിന് പള്ളിയിൽ പോകും. നിസ്കാരം കഴിഞ്ഞ് നബി തങ്ങൾ വീട്ടിൽ വന്നാൽ പാല് കറക്കാൻ പോകും. നബി തങ്ങൾ പാല് കറന്ന് കൊണ്ടുവന്ന് എനിക്ക് തന്നിട്ട് പറയും, ഇശ്റബിയ ആയിഷ, ആയിഷ കുടിക്ക്. ഞാൻ ആ പാൽപാത്രം വാങ്ങും, ഞാനത് കുടിക്കും. നബി തങ്ങൾക്ക് തന്നെ മടക്കി കൊടുക്കും. വീണ്ടും ആ പാത്രം എനിക്ക് തരും, വീണ്ടും കുടിക്കാൻ വേണ്ടി പറയും. രണ്ടാമതും ഞാൻ കുടിക്കും, നബി തങ്ങൾക്ക് മടക്കി കൊടുക്കും, വീണ്ടും തരും. മൂന്നാമതും കുടിച്ച് ഞാൻ മടക്കി കൊടുക്കുമ്പോ ഞാൻ കൊടുത്ത പാൽപാത്രം നബി തങ്ങൾ ഒന്നിങ്ങനെ തിരിക്കും. എന്നിട്ട് എൻ്റെ ചുണ്ടെവിടെയാണോ തട്ടിയത് അവിടെ തന്നെ ചുണ്ട് വെച്ച് നബി തങ്ങൾ കുടിക്കുമായിരുന്നു എന്ന് സയ്യിദത്തുന ആയിഷ. മുഅ്മിനീങ്ങളെ, മരിക്കുന്നത് വരെ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? സ്വർഗത്തിൽ തുടരാം. കുടുംബജീവിതവും ഭക്ഷണവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. കുടുംബജീവിതവും ഭക്ഷണം തമ്മിൽ വലിയ ബന്ധമുണ്ട്. നബി തങ്ങൾ ചെയ്ത് കാണിച്ചു തന്ന പരിശുദ്ധമായൊരു ഇബാദത്താകുന്നു ഭാര്യ ഭർത്തൃ ജീവിതം. അള്ളാഹുവിന്റെ റസൂലേ, ഞാനും എൻ്റെ ഭാര്യയും ഒരുമിച്ച് കളിച്ചിരുന്നാൽ അള്ളാഹു കൂലി നൽകുമോ നബിയേ? ഒരു സഹാബി ചോദിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിന്റെ ഭാര്യയുടെ വായിലേക്ക് ഒരു ഉരുള ചോറിങ്ങനെ വെച്ച് കൊടുത്താൽ അതിനും നിന്റെ റബ്ബ് നിനക്ക് കൂലി നൽകുന്നതാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഇണ ചേർന്നാൽ അതു കാരണം തന്നെ അവരുടെ എല്ലാ ചെറുദോഷങ്ങളും പൊറുക്കപ്പെടുന്നതാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. കുടുംബജീവിതത്തിലെ ഓരോ അനക്കവും ഇബാദത്താണ്, ഓരോ ചലനവും ഇബാദത്താണ്, ഓരോ നോട്ടവും ഇബാദത്താണ്, ഓരോ തമാശയും ഇബാദത്താണ്, ഓരോ വർത്താനവും ഇബാദത്താണ്. അങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റണം, അപ്പോഴല്ലേ കാര്യമുള്ളൂ. ഇതൊരു രസമാണ് എന്ന് തോന്നരുത്, ഇതൊരു നേരം പോക്കാണ്. നമ്മളെ മലബാറിലൊക്കെ ഒരു വർത്താനുണ്ട്, പെണ്ണെട്ടിയാ കാലെട്ടി, പെണ്ണെട്ടിയാ കണ്ണ് കെട്ടി, പെണ്ണെട്ടിയാ പിന്നെ അവൻ ആകെ ഇടങ്ങാറായി. അങ്ങനല്ല, ഇടങ്ങാറാകാൻ വേണ്ടി അള്ളാന്റെ റസൂലും പെണ്ണെട്ടാൻ പറഞ്ഞിട്ടില്ല, കഴിച്ചിലാകാനാ പെണ്ണെട്ടാൻ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് പിന്നെ ഇടങ്ങാറായി എന്ന് നമുക്ക് തോന്നുന്നത്? അത് ആദ്യം തന്നെ അങ്ങനെ ഇടങ്ങാറായി എന്നൊരു സങ്കല്പമുള്ളതുകൊണ്ടാണ്. നമുക്ക് ഈ ആയത്തിൽ നിന്ന്
കല്യാണം കഴിച്ചാൽ സമാധാനത്തിന് വേണ്ടി കല്യാണം കഴിക്കുക എന്നാ ഖുർആൻ പറഞ്ഞില്ലേ, തസ്കുനു ഇലൈഹ, സമാധാനത്തിന് വേണ്ടി. സമാധാനത്തിനാണ് ഞാൻ കല്യാണം കഴിക്കണമെന്ന് മനസ്സ് തോന്നിയാൽ സമാധാനം വരും. ഇടങ്ങാറാവാനാണ് കല്യാണം എന്ന് തോന്നിയാൽ ഇടങ്ങാറേ വരുള്ളൂ. നമുക്ക് തോന്നുന്നതിനനുസരിച്ചാണ് വരല്. കുടുംബജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അള്ളാഹു കൂലി നൽകുന്നതാണ്, എല്ലാ കാര്യങ്ങളും. അത്ര പുണ്യമുള്ള ഇബാദത്ത് അല്ലെങ്കിൽ അമ്പിയാക്കൾ ചെയ്യൂല. അമ്പിയാക്കൾ ചെയ്ത പുണ്യമായ ഇബാദത്ത്, ചരിത്രം രേഖപ്പെടുത്തിയ ഒരുപാട് വിവാഹങ്ങളുണ്ട്, ഒരുപാട് കല്യാണങ്ങളുണ്ട്.